നമസ്കാരം. PSC പോയിന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പഠിക്കാം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. 2. ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് കുട്ടൻബർഗ് വിച്ഛിന്നത. 3. ഭൂവൽക്കവും പുറംകാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. 4. മാൻഡിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇതിനകത്ത് ശരിയായ പ്രസ്താവന ഏത്? എല്ലാവർക്കും ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 2 സെക്കൻഡ് സമയം തരാം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉമാണ്. ഉത്തരം ഓപ്ഷൻ എ 1ഉം 4ഉം. ഒന്നെന്താണ്? ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. 4. മാൻഡിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. അത് തെറ്റായ ഓപ്ഷനാണ്. ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് മോഹോറോവിസിക് വിച്ഛിന്നത. മോഹോറോവിസിക് വിച്ഛിന്നതയാണ് ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പ്. മൂന്നാമത്തത്, ഭൂവൽക്കവും പുറംകാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. ഭൂവൽക്കവും പുറംകാമ്പും ചേർന്നതാണ് ലിത്തോസ്ഫിയർ. തെറ്റായ ഓപ്ഷനാണ്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകളിലത്തെ ഭാഗവും ചേർന്നതാണ് ലിത്തോസ്ഫിയർ. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകളിലത്തെ ഭാഗവും ചേർന്നതാണ് ലിത്തോസ്ഫിയർ. ഭൂമിയെ പ്രധാനമായും 4 വ്യത്യസ്ത പാളികളായിട്ടാണ് തരംതിരിച്ചത്. ഭൂമിയെ 4 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിട്ടുണ്ട്. ഭൂവൽക്കം, മാൻഡിൽ, പുറംകാമ്പ്, അകക്കാമ്പ്. ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളൊരു പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിൻ്റെ 2 ഭാഗങ്ങളാണ് വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കം. സിലിക്ക, അലൂമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കം സിയാൽ എന്നറിയപ്പെടുന്നു. സിലിക്ക, അലൂമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കം എന്ത് പേരിൽ അറിയപ്പെടുന്നു? സിയാൽ എന്നറിയപ്പെടുന്നു. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കത്തിൽ സിമ എന്നറിയപ്പെടുന്നു. സമുദ്ര ഭൂവൽക്കം സിമ എന്ന പേരിൽ അറിയപ്പെടുന്നു. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കളാണ് കൂടുതലായി അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നതും ഏതാണ്? ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തെ 2 പ്രധാന ഭാഗങ്ങളാണ് വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. സിലിക്ക, അലൂമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കം സിയാൽ എന്നറിയപ്പെടുന്നു. സിലിക്ക, മഗ്നീഷ്യം എന്നിവ കൂടുതലായി അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കം സിമ എന്നും അറിയപ്പെടുന്നു. ഇത് മാൻഡിലാണ്. ഭൂവൽക്കത്തിൻ്റെ താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് മാൻഡിൽ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം മാൻഡിലാണ്. മാൻഡിലിൻ്റെ 2 ഭാഗങ്ങളാണ് ഉപരിമാൻഡിലും അധോമാൻഡിലും. മാൻഡിലിൻ്റെ 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉപരിമാൻഡിലും അധോമാൻഡിലുമാണ്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശം ലിത്തോസ്ഫിയർ ആണ്. അപ്പോൾ ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശമാണ് ലിത്തോസ്ഫിയർ. സ്ഥലമണ്ഡലം, ശിലാമണ്ഡലം, പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയർ ആണ്. സ്ഥലമണ്ഡലം, ശിലാമണ്ഡലം, പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാണ്? ലിത്തോസ്ഫിയർ ആണ്. ഭൂവൽക്കത്തിൻ്റെ താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് മാൻഡില്. മാൻഡിലിൻ്റെ 2 ഭാഗങ്ങളാണ് ഉപരിമാൻഡിലും അധോമാൻഡിലും. ഭൂവൽക്കവും മാൻഡിലത്തെ മുകളിലത്തെ ഭാഗവും ചേർന്ന് കാണുവരുന്ന പ്രദേശമാണ് ലിത്തോസ്ഫിയർ. സ്ഥലമണ്ഡലം, ശിലാമണ്ഡലം, പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയർ ആണ്. പിന്നെ കാമ്പാണ്. മാൻഡിലിൻ്റെ താഴെയായി കാണപ്പെടുന്ന ഒരു മണ്ഡലമാണ് കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ കാമ്പിൻ്റെ 2 ഭാഗങ്ങളാണ് അകക്കാമ്പും പുറക്കാമ്പുമാണ്. അകക്കാമ്പിൻ്റെ മറ്റൊരു പേരാണ് നിഫെ. നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? അകക്കാമ്പാണ്. നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നത് അകക്കാമ്പാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഒന്നുകൂടെ നോക്കാം. ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്താണ്? മാൻഡിലിനെയും കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. മാൻഡിലിനെയും കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്നത് മോഹോറോവിസിക് വിച്ഛിന്നതയാണ്. ഭൂവൽക്കത്തെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പ് ഏതാണ്?
മോഹോ റോവിസിക് വിച്ഛിന്നതയാണ്. ഉപരിമാൻഡിലിനെയും അധോ മാൻഡിലിനെയും വേർതിരിക്കുന്നത് റെപ്പറ്റീവ് വിച്ഛിന്നതയാണ്. ഉപരിമാൻഡിലിനെയും അധോ മാൻഡിലിനെയും വേർതിരിക്കുന്നത് റെപ്പറ്റീവ് വിച്ഛിന്നത. അടുത്തത് സിയാലിനെയും സിമാലിനെയും വേർതിരിക്കുന്നത് എന്താണ്? സിയാലിനെയും സിമയെയും വേർതിരിക്കുന്നത് കോൺട്രാഡ് വിച്ഛിന്നതയാണ്. സിയാലിനെയും സിമയെയും വേർതിരിക്കുന്നത് കോൺട്രാഡ് വിച്ഛിന്നതയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത്? എ 1950 ജനുവരി 26 ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തി ആയിരിക്കണം. ബി മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. സി 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഡി 5 വർഷമോ അതിലധികമോ കാലമായി ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കണം. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഇതിലേതാണ്? 18 വയസ്സ് പൂർത്തിയായിരിക്കണം. പാർലമെൻറ്റ് പാസ്സാക്കിയ 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം. അപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയത് 1955 ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം? 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ജന്മസിദ്ധമായ പൗരത്വം. 1 ജന്മസിദ്ധമായ പൗരത്വം. 2 പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. 3 രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. 4 ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം. 5 പ്രദേശ സംയോജന വഴിയുള്ള പൗരത്വം. 5 രീതിയിലാണ് പൗരത്വം നേടിയെടുക്കുന്നത്. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം, പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം. ഇനി ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ തൻ്റെ പൗരത്വം നഷ്ടപ്പെടാം? 3 രീതിയിൽ നഷ്ടപ്പെടാം. എങ്ങനെയൊക്കെയാണ്? പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ, പൗരത്വം നിർത്തലാക്കൽ, പൗരത്വാപഹരണം. അപ്പം 3 രീതിയിലാണ്: പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ, പൗരത്വം നിർത്തലാക്കൽ, പൗരത്വാപഹരണം. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസ്സാക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസ്സാക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 2ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 2ാം ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഏക പൗരത്വമാണ് ഇന്ത്യയിലെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏക പൗരത്വമാണ്. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 1955 ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? 1955 1950 ജനുവരി 26 അതിനുശേഷമോ, എന്നാൽ 1987 ജൂലൈ 1 മുമ്പോ ഇന്ത്യയിൽ ജനിച്ച എല്ലാ വ്യക്തികളും അവരുടെ മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെ തന്നെ ഇന്ത്യൻ പൗരന്മാരായി കണക്കാക്കപ്പെടുന്നു. 1987 ജൂലൈ 1 2004 ഡിസംബർ 3 ഇടയിൽ ഇന്ത്യയിൽ ജനിച്ചവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഒരാളെങ്കിലും അയാളുടെ ജനന സമയത്ത് ഇന്ത്യൻ പൗരനായിരിക്കണം. അപ്പോൾ 1987 ജൂലൈ 1 2004 ഡിസംബർ 3 ഇടയിൽ ജനിച്ചവരാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഒരാളെങ്കിലും അയാളുടെ ജനന സമയത്ത് ഇന്ത്യൻ പൗരനായിരിക്കണം. 2004 ഡിസംബർ 3 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ 2 പേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നും കൂടെ പറയാം. 1980 ജനുവരി 26 അതിനുശേഷമോ, എന്നാൽ 1987 ജൂലൈ 1 മുമ്പോ ഇന്ത്യയിൽ ജനിച്ച എല്ലാ വ്യക്തികളും അവരുടെ മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെ തന്നെ ഇന്ത്യൻ പൗരന്മാരായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ 1987 ജൂലൈ 1 2004 ഡിസംബർ 3 ഇടയിൽ ജനിച്ചവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനായിരിക്കണം. 2004 ഡിസംബർ 3 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ 2 പേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കിവച്ചിരിക്കുന്ന പ്രദേശം. പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കിവച്ചിരിക്കുന്ന പ്രദേശം. ഓപ്ഷൻ സൈലന്റ് വാലി, തട്ടേക്കാട്, ഇരവികുളം, മുത്തങ്ങ. പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കിവച്ചിരിക്കുന്ന പ്രദേശം. ഉത്തരം ഓപ്ഷൻ ബി, തട്ടേക്കാട്.
കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളാണ് കുമരകം, ചൂളന്നൂർ, മംഗളവനം, കടലുണ്ടി, അരിപ്പ, തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? തട്ടേക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. സലീം അലി പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാടാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സംരക്ഷണ കേന്ദ്രം സലീം അലി പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കുമരകമാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതമാണ്. ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതമാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതമാണ്. ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കടലുണ്ടി പക്ഷി സങ്കേതമാണ്. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറുത് ഏതാണ്? മംഗളവനം. ഏറ്റവും വലുത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ്. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളമാണ്. തട്ടേക്കാട് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. മയിലുകളുടെ സംരക്ഷണത്തിനായി കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് ചൂളന്നൂർ. മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ളത് ഏതാണ്? ചൂളന്നൂരാണ്. പാലക്കാട് ജില്ലയിലാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചൂളന്നൂർ പക്ഷി സങ്കേതമാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ചൂളന്നൂർ പക്ഷി സങ്കേതമാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കുമരകം പക്ഷി സങ്കേതം. ദേശാടന പക്ഷികളുടെ പർദീസ എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? എറണാകുളത്തുള്ള മംഗളവനം പക്ഷി സങ്കേതമാണ്. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളമാണ്. അടുത്തത് കേരളത്തിലെ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനമാണ്. കേരളത്തിലെ അപൂർവ ഇനം കടവാവലുകൾ കാണപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനമാണ്. മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ളത് ഏതാണ്? ചൂളന്നൂരാണ്. പാലക്കാട് ജില്ലയിലാണ് ചൂളന്നൂർ പക്ഷി സങ്കേതം. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതവും ചൂളന്നൂർ പക്ഷി സങ്കേതമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട് താലൂക്കാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് ഏതാണ്? സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം 1985 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984 ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം 1985 സെപ്റ്റംബർ 7 ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിങ്ങൾക്ക് പോയി ക്ലാസ്സിലൂടെ തന്നത്. അപ്പം നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്